ഡിസംബർ 22-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ GST കൗൺസിലിന്റെ 55-ാമത്തെ മീറ്റിംഗും അതിന്റെ തീരുമാനങ്ങളാണ്. കാര്യമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഓവർവ്യൂ മാത്രം നോക്കാം. എന്താണ് GST കൗൺസിലിൽ സംഭവിച്ചത് എന്നുള്ളത്. GST കൗൺസിലിൽ ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ട് വന്നെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടന്ന് തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ല. വളരെ കുറച്ച് വിഷയങ്ങളിൽ മാത്രമാണ് തീരുമാനം വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഹിന്ദു തന്നെ കാണിച്ചിരിക്കുന്ന പോപ്കോണിന്റെ ടാക്സേഷനുമായി ബന്ധപ്പെട്ടാണ്. പോപ്കോണിന്റെ ടാക്സേഷൻ ഓരോ പോപ്കോണിനും വ്യത്യസ്ത റേറ്റുകളായിട്ടൊക്കെയാണ് GST വന്നിട്ടുള്ളത്. ചിലതിന് 5%, ചിലതിന് 12%, ചിലതിന് 18% എന്നുള്ളത്. പ്രത്യേകിച്ച് സ്വീറ്റൻഡ് ആയിട്ടുള്ള വെറൈറ്റി ഒക്കെ ആണെങ്കിൽ 18%. മറ്റൊന്നാണ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് GST അപ്ലിക്കബിൾ അല്ല എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് എന്നെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള റൈസ് കേർണൽസ് ഉണ്ട്. അതായത് എൻറിച്ച് ചെയ്തിട്ടുള്ള അരി, അതിന്റെ GST 18% നിന്നും 5% GST-യിലേക്ക് കുറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായിട്ടൊക്കെ കൂടുതൽ കുറഞ്ഞ നിരക്കിൽ പർച്ചേസ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് യൂസ്ഡ് കാറിന്റെ മേലെ ടാക്സ് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഈവൻ ഇലക്ട്രിക് കാർ ഉൾപ്പെടെ 12% ഉണ്ടായിരുന്ന GST 18%-ലേക്ക് വർദ്ധിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട വന്ന തീരുമാനം. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും GST കൗൺസിലിൽ കാര്യമായിട്ടുള്ള പോസിറ്റീവ് ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നു തീരുമാനിച്ചു. ഒന്ന് പ്രധാനപ്പെട്ടത് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയംസിന്റെ വില നിലവിൽ ഇപ്പോൾ 18% GST ഉണ്ട്. അത് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് പ്രത്യേക കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മേലെ തീരുമാനങ്ങളൊന്നും വന്നില്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ കൂടിയ ഒരു രാജ്യമാണ്. അവിടെ ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ തന്നെ ടേം ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഒക്കെ എടുക്കുന്നതിന് വേണ്ടി ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചൊരു GST ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ സെസ്സിലൊക്കെയുള്ള ലെവീസും മറ്റുമൊക്കെ ഡിസ്കഷൻ വന്നു, തീരുമാനമൊന്നും വന്നില്ല. അടുത്തതാണ് ഈ ഒരു ഫ്ലോർ സ്പേസ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് ഫേംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ് റേറ്റിന് മേലെയും ഡിസ്കഷൻസ് ഒന്നും വന്നില്ല. കൂടാതെ ഏകദേശം 150ഓളം ഐറ്റമിന്റെ റേറ്റ് റേഷണലൈസ് ചെയ്യണമെന്നുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നെങ്കിലും അതിലും തീരുമാനം വന്നിട്ടില്ല. 55-ാമത്തെ GST കൗൺസിൽ മീറ്റിംഗിൽ കാര്യമായിട്ടുള്ള വലിയ ഡിസ്കഷൻസ് ഒരുപാടുണ്ടായി, കാര്യമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ സംഭവം നടന്ന കാര്യം ഇത്ര പോരെ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതിയാകും എന്നുള്ളതാണ്. അടുത്തത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ റൂൾസിലെ മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഗവൺമെന്റിന് ഇലക്ഷൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ കൊടുക്കുകയും റെക്കമെൻഡേഷൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ചും ഇത് CCTV ഫൂട്ടേജുകളുമായി ബന്ധപ്പെട്ടാണ് വിഷയം എന്ന് ഓർത്ത് വെക്കാം. അതായത് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961-ലെ റൂൾ 93 ക്ലോസ് 2-ലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. ഒറിജിനൽ റൂൾ പ്രകാരം all other papers relating to the election shall be open to public inspection എന്നാണ് പറയുന്നത്. അതായത് ചില നമ്മുടെ ഇലക്ഷനിലുമായി ബന്ധപ്പെട്ട ചില പേപ്പേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ പേപ്പേഴ്സ് നമുക്ക് പബ്ലിക് ഇൻസ്പെക്ഷന് കിട്ടില്ല. അതല്ലാതെ മറ്റെല്ലാ രേഖകളും നമുക്ക് പബ്ലിക് ഇൻസ്പെക്ഷന് കിട്ടും എന്നുള്ളതാണ് നേരത്തെ റൂളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ റൂളിൽ ചെറിയൊരു മാറ്റം വരുത്തിയുള്ളൂ. all other purpose as specified in these rules relating to election shall be open to public inspection. അതായത് റൂള് പറയുന്ന പേപ്പേഴ്സ് മാത്രമേ പബ്ലിക് ഇൻസ്പെക്ഷന് കിട്ടുള്ളൂ എന്ന രീതിയിലേക്കാണ് ചേർത്തുള്ളത്. അപ്പോൾ എന്തോ ഒരു കാര്യം ഒഴിവിട്ടുണ്ട് അല്ലേ. ഇത് പ്രധാനമായിട്ടും CCTV ഫൂട്ടേജ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. അപ്പൊ ഇത് ആക്ച്വലി ഈ ഒരു ഇലക്ഷൻ ഡോക്യുമെന്റ്സ് പ്രത്യേകിച്ചും CCTV ഫൂട്ടേജുകളൊക്കെ എടുത്തിട്ട് അതിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്തി സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പ്രചരണം ഇലക്ഷൻ കമ്മീഷൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയം മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ് ഈ ഒരു CCTV ഫൂട്ടേജുകളുടെ മിസ്യൂസ്, പോളിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള CCTV ഫൂട്ടേജ് കളക്ട് ചെയ്ത് അത് മിസ്യൂസ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നത് പ്രത്യേകിച്ചും വോട്ടേഴ്സിന്റെ സീക്രസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീർ അതുപോലെ തന്നെ നക്സൽ അഫക്റ്റഡ് ഏരിയാസിലെ. അപ്പോൾ ഇവിടെ വോട്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അവരുടെ സേഫ്റ്റിയെ ബാധിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറ്റിയിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കുന്നതിന്. അതേപോലെ തന്നെ പഞ്ചാബ് ഹരിയാന കോടതികൾ ഈ ഒരു വിഷയം മുന്നേ ഇടപെട്ടപ്പോൾ
ഈ ഒരു ഹരിയാന അസംബ്ലി പോൾസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഷെയർ ചെയ്യണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് CCTV ഫുട്ടേജ് ഉൾപ്പെടെ. അതിൽ മുഹമ്മദ് പോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അദ്ദേഹം 2024 ലോക്സഭാ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇതേപോലെ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇലക്ഷൻ പേപ്പേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് എന്നതിൽ ഈ CCTV ഫുട്ടേജ് വരുമോ ഇല്ലയോ എന്നുള്ളതിന് മേലെ ആംബിഗ്വിറ്റി ഉണ്ട്. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം നിലവിൽ കാൻഡിഡേറ്റ്സിന് പബ്ലിക്കിന് എല്ലാ ഡോക്യുമെന്റ്സ് കിട്ടില്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് എല്ലാ ഡോക്യുമെന്റ്സും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈവൻ അമെന്റ്മെന്റിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഡോക്യുമെന്റ്സിലെല്ലാം ആക്സസ് ഉണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഇവിടെ RTI ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തിന്റെ വക്താക്കളായിട്ടുള്ള ആൾക്കാര് അവർ ഇതിന്റെ മേലെ കൺസേൺ പറയുന്നുണ്ട്. കാരണം ട്രാൻസ്പെറൻസിയെ ഇല്ലാതാക്കുന്ന സാഹചര്യമാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇനി ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് കുറെ ഡോക്യുമെന്റ്സ് നൽകാതിരിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈവൻ അമെന്റ്മെന്റിന് മുന്നേ തന്നെ ഡോക്യുമെന്റ്സ് നൽകാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ റെഡിയില്ല. ഇനി അമെന്റ്മെന്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ അത് ഡിനൈ ചെയ്യുകയാണ് ഗവൺമെന്റ് ഇവിടെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അഫക്ട് ചെയ്യപ്പെടുന്ന റെക്കോർഡ് എന്ന് വെച്ചാൽ ഇലക്ഷൻ ഒബ്സർവേഴ്സിന്റെ റിപ്പോർട്ടുകൾ, അതുപോലെ റിട്ടേണിംഗ് ഓഫീസേഴ്സിന്റെ സ്ക്രൂട്ടിനി റിപ്പോർട്ടുകൾ, ഇലക്ഷൻ ശേഷമുള്ള ഇൻഡെക്സ് കാർഡുകൾ, അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെ ഡയറി, അതുപോലെ തന്നെ വോട്ടർ ടേൺ ഔട്ട്, ഇലക്ഷൻ ഫെയർനെസ്സിനും ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെ ഡയറീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഡോക്യുമെന്റ്സ് ഒന്നും ഇനി കിട്ടില്ല എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ചില ഡോക്യുമെന്റ്സിൽ കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സിന്റെ ആവശ്യകത എന്ന് വെച്ചാൽ ഇലക്ഷൻ അത് ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇത്തരം ഡോക്യുമെന്റ്സ് പരിശോധിക്കേണ്ടി വരും, അല്ലെങ്കിൽ പരിശോധനയ്ക്ക് നൽകേണ്ടി വരും എന്ന് പറഞ്ഞാൽ നടക്കും. അതായത് ഇലക്ഷൻ ഫെയർ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വോട്ടർ ടേൺ ഔട്ട് ഡീറ്റെയിൽസും മറ്റുമൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ചും ഈ ഒരു പാർലമെന്ററി അതുപോലെ അസംബ്ലി ഇലക്ഷനിലേക്കൊക്കെ നടത്തുമ്പോൾ അതിന്റെ പ്രൊസീജിയറിൽ തന്നെ ട്രാൻസ്പെറൻസിനെ ബാധിക്കും എന്നാണ് ക്രിറ്റിസിസം പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് വോട്ടേഴ്സിന്റെ സീക്രസിനെ ബാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അമെന്റ്മെന്റ് കൊണ്ടുവരുന്നതെങ്കിൽ മൊത്തത്തിലുള്ള ഇലക്ഷന്റെ തന്നെ ട്രാൻസ്പെറൻസിയെ ബാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രോസസ്സ് പോകുന്നത്. ഇവിടുത്തെ കൺസേൺ CCTV ഫുട്ടേജിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവരുന്നതെങ്കിലും ഇവിടുത്തെ കൺസേൺ, അതായത് RTI ആക്ഷൻ CCTV ഫുട്ടേജിന്റെ പേര് കുറഞ്ഞു പോകുന്നത് ഒന്നും തരാത്ത അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നതെന്നും കൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടുത്തത് ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ദ ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 മിനിസ്ട്രി ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിലീസ് ചെയ്ത ഈ റിപ്പോർട്ടും ഇന്ത്യയുടെ ഫോറസ്റ്റ് കവറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഓർത്തു വെക്കുക, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓർത്തു വെക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ളത് മധ്യപ്രദേശിലാണ് എന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടത്. ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ മധ്യപ്രദേശിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. നമുക്ക് ബാക്കി എന്താണ് റിപ്പോർട്ടിൽ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിലെ ടോട്ടൽ ഫോറസ്റ്റ് കവർ എന്ന് പറഞ്ഞാൽ 25.17% മൊത്തം ജിയോഗ്രഫിക്കൽ ഏരിയ. ടാർഗറ്റ് 33.33% 1 എന്ന് പറയുന്നത് ഫോറസ്റ്റ് കവർ ആയിരിക്കണം എന്നാണ് ഐഡിയ. ബിക്കോസ് അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ ഒക്കെ സപ്ലൈ ചെയ്യാൻ ആൾ വേണമല്ലോ. അപ്പോൾ ഫോറസ്റ്റ് കവർ ഇതിൽ ഫോറസ്റ്റ് കവർ തന്നെ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ ആണ് 25.17%. ഫോറസ്റ്റ് കവർ 21.76%, ട്രീ കവർ 3.41%. അപ്പോൾ ഫോറസ്റ്റ് കവർ എന്ന് വെച്ചാൽ ട്രീ കാനോപ്പി ഡെൻസിറ്റി എക്സീഡിങ് 10% ആണ്. അപ്പം ഒരു ഹെക്ടർ എങ്കിലും മിനിമം സൈസിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ട്രീ കവർ എന്ന് പറയുന്നത് വെച്ചാൽ ലെസ് ദാൻ 1 ഹെക്ടർ ഏരിയയിലുള്ളതിനെ ട്രീ കവർ എന്ന രീതിയിൽ കണക്കാക്കും. 1 ഹെക്ടറിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫോറസ്റ്റ് ആവുള്ളൂ. 1 ഹെക്ടറിൽ കുറവാണെങ്കിൽ അതിനെ ട്രീ കവർ എന്ന രീതിയിൽ കണക്കാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ കാർബൺ സിങ്ക് കപ്പാസിറ്റി, കാരണം ഫോറസ്റ്റ് ഏരിയ വർദ്ധിക്കുന്നു പറയുമ്പോൾ കാർബൺ സിങ്ക് കപ്പാസിറ്റി, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കും. 2.29 ബില്യൺ ടണ്ണിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാരീസ് എഗ്രിമെന്റ് പ്രകാരമുള്ള അഡീഷണൽ കാർബൺ സിങ്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ ഫോറസ്റ്റുകൾ ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെഷേഴ്സിൽ സഫീഷ്യന്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ മധ്യപ്രദേശിലാണ്. ലാർജസ്റ്റ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത് ഛത്തീസ്ഗഡിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പലപ്പോഴും കോൺട്രവേഴ്സീസ് വരാറുണ്ട്. അതിൽ പ്രത്യേകിച്ചും പ്ലാന്റേഷൻസിനെയും മറ്റും ഫോറസ്റ്റ് കവറിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഡെഡ് വുഡ്, അണ്ടർഗ്രൗണ്ട് ബയോമാസ് വരുന്ന ഏരിയാസിനൊക്കെ അത് കാർബൺ സീക്വസ്ട്രേഷന് കാര്യമായിട്ടുള്ള റോള് വരുന്നതല്ല. പക്ഷെ അവയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്ലാന്റേഷൻ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഘാട്ട്, ഈസ്റ്റേൺ ഘാട്ടിൽ ഒരുപാട് ഫോറസ്റ്റ് കവർ ലോസ് ആയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഏരിയയിലും ഒരുപാട് ഫോറസ്റ്റ് കവർ ലോസ് ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു കൺസേൺ ആണ്. അതേസമയത്ത് ഡെൻസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ വെരി ഡെൻസ് ഫോറസ്റ്റുകൾ, വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റുകൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ഫോറസ്റ്റുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ISRO ഓപ്പറേറ്റ് ചെയ്യുന്ന റിസോസാറ്റ് സീരീസ് ഓഫ് സാറ്റലൈറ്റുകളിൽ നിന്നുള്ള ഡാറ്റ എടുത്തിട്ടാണ്
ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഈ ഡാറ്റ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ 1987 മുതലുള്ള ഫോറസ്റ്റ് ഡാറ്റ കവർ ചെയ്തിട്ടുണ്ട്. 2011 മുതൽ ട്രീ കവറുകൾ അസസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2020 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിലെ അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഡീംഡ് ഫോറസ്റ്റുകളെയും കമ്മ്യൂണിറ്റി ഫോറസ്റ്റുകളെയും ഈ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആശയത്തിൽ ഈ ഒരു ഡീംഡ് കമ്മ്യൂണിറ്റി ഫോറസ്റ്റുകളെ ഒഴിവാക്കിയത് ഒരു നല്ല നടപടിയല്ല എന്നുള്ള ഒരു ക്രിറ്റിസിസവും പറയുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ വെസ്റ്റേൺ ഘാട്ട് ഏരിയ, നോർത്ത് ഈസ്റ്റ് ഏരിയ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ കവർ കുറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കൺസേൺ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡെൻസ് ഫോറസ്റ്റുകളിലും മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റുകളും ഓപ്പൺ ഫോറസ്റ്റുകളുടെയും ഏരിയ കുറയുന്നു എന്നുള്ളതും ബയോഡൈവേഴ്സിറ്റിയും ഇക്കോളജിക്കൽ ബാലൻസിനെയും ഒക്കെ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റേഷൻ ഫോറസ്റ്റുകളെ ഉൾപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് ഏരിയ വർദ്ധിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നാച്ചുറലി ആ ഫോറസ്റ്റിന്റെ പർപ്പസുകൾ മീറ്റ് ചെയ്യുന്നില്ല. ബയോഡൈവേഴ്സിറ്റി എക്കോളജിക്കൽ ഫംഗ്ഷൻസ് ചെയ്യുന്നവയല്ല പ്ലാന്റേഷൻസ്, കൃഷി സ്ഥലങ്ങളാണ്. അപ്പോൾ അത് വലിയ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് അല്ല എന്നുള്ളതാണ്. പക്ഷെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ട്രീ കവർ പ്രോഗ്രസ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പാരീസ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള വർധനവ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ എക്കോളജിക്കൽ കൺസർവേഷനും ഡെവലപ്മെന്റൽ നീഡ്സും പാരലലി കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നോക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത, ഉത്തർപ്രദേശിൽ ഈ ഒരു സൈബർ ക്രൈംസിനെയും ഫേക്ക് ന്യൂസിനെയും അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഉത്തർപ്രദേശ് ഗവൺമെന്റ്, ഉത്തർപ്രദേശ് പോലീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അതായത് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ, സൈബർ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പബ്ലിക് അവയർനെസ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ വാരിയേഴ്സ് എന്ന ഇനീഷ്യേറ്റീവ് ഉത്തർപ്രദേശ് പോലീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആൾക്കാരിലേക്ക് എത്തുക, കോളേജ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെയൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സൈബർ ഇഷ്യൂസിൽ ഇടപെടലുകൾ ഉണ്ടാക്കുക. അതുവഴി പബ്ലിക് റെസിസ്റ്റൻസ് കൃത്യമായി കൊണ്ടുവരിക, ഫേക്ക് ന്യൂസുകളും സൈബർ ത്രെട്ടുകളെയും പരമാവധി ഒഴിവാക്കുക. അതേപോലെ തന്നെ സൈബർ ചാലഞ്ചുകളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. പോലീസ്, സ്റ്റുഡൻസ്, ഇൻഫ്ലുവൻസ് ഇവർ മൂന്നുപേരും പരസ്പരം കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ അവയർനെസ് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ഡിജിറ്റൽ വാരിയേഴ്സ് ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോക്സി ക്ലോറോക്യൂൻ എന്ന് പറയുന്ന ഒരു മരുന്നുമായി ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ച് COVID-19 ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ആന്റിമൈക്രോബിയൽ ഏജൻസിൽ പബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മോണോതെറാപ്പി അത് അസിത്രോമൈസിനുമായിട്ട് ചേർക്കുമ്പോൾ COVID-19 വൈറൽ ലോഡ് കാര്യമായിട്ട് കുറക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. പ്രത്യേകിച്ചും 2020 വന്നിട്ടുള്ള ഈ ഒരു വാർത്ത 2024 ഇപ്പോൾ റിട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇതിന്റെ എത്തിക്കൽ അപ്രൂവലുമായി ബന്ധപ്പെട്ട് അതുപോലെ മെത്തഡോളജിക്കൽ ആ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കൺസേൺസ് റൈസ് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റഡി പിൻവലിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഹൈഡ്രോക്സി ക്ലോറോക്യൂൻ എന്ന് പറയുന്നത് പ്ലാക്യൂനിൽ എന്ന പേരിൽ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മലേറിയനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് COVID-19 വളരെ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് സ്റ്റഡി വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ്, പോർഫൈറിയ, ക്യൂട്ടേനിയ ടാഡ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ അസിത്രോമൈസിൻ എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് മെഡിസിൻ ആണ്. ഇത് പ്രധാനമായിട്ട് ന്യൂമോണിയ, ഇയർ, നോസ്, ത്രോട്ട് ഇൻഫെക്ഷൻസിനൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിനെ രണ്ടിനെയും ഉപയോഗിക്കുന്നത് COVID-19 വളരെ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഇപ്പോൾ അതിന്റെ എത്തിക്കൽ ആയിട്ടുള്ള കൺസിഡറേഷൻ, അതിന്റെ മെത്തഡോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം പിൻവലിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഹൈഡ്രോക്സി ക്ലോറോക്യൂൻ എന്ന് പറയുന്നത് ഒരു മരുന്നാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പ്രത്യേകിച്ച് മലേറിയക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ്, COVID-19 ഉപയോഗിക്കാം എന്നാണ് അന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഗ്രീൻ അമോണിയ സിന്തസിസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് കാർബൺ എമിഷൻ ഇല്ലാതെ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ പ്രൊഡക്ഷനിലൊക്കെ അമോണിയ ആവശ്യമാണ്. അപ്പോൾ അമോണിയ കാർബൺ എമിഷൻ ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അതാണ് ഗ്രീൻ അമോണിയ സിന്തസിസ് എന്ന് പറയുന്നത്. റിസർച്ചേഴ്സ് പ്ലാസ്മ ഇലക്ട്രോ കെമിക്കൽ റിയാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അമോണിയനെ NH3 അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനും അതുപോലെ തന്നെ എയറും വാട്ടറും ഒക്കെ ഉപയോഗിച്ച് കാർബൺ എമിഷൻ ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് നാച്ചുറൽ പ്രോസസ്സിനെ എമുലേറ്റ് ചെയ്യാം. നമ്മുടെ പ്രകൃതിയിൽ എങ്ങനെയാണോ അമോണിയ ഫോം ചെയ്യുന്നത് അതേപോലെ ഇൻഡസ്ട്രിയൽ ലെവലിൽ നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ അമോണിയ പ്രൊഡക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിന്റെ പ്രത്യേകത ഇതൊരു കാർബൺ ഫ്രീ പ്രോസസ് ആണ്. എയറും വാട്ടറും ആണ് ഇൻപുട്ട് ആയിട്ടുള്ളത്. ഫോസിൽ ഫ്യൂൽസിന് ആവശ്യമില്ല. ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എമിറ്റ് ചെയ്യാണ്ട് പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇല്ലാതെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഹൈ അമോണിയ പ്രൊഡക്ഷൻ റേറ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ കാപ്പബിലിറ്റി എന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചർ 1000 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇതിന്റെ ഡ്യൂറബിലിറ്റിയും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇൻഡസ്ട്രിയലി കോമ്പറ്റീറ്റീവ് ആണ്. ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിലവിൽ ഉപയോഗിക്കുന്ന ഹേബർ ബോഷ് പ്രോസസ് എന്ന് പറയുന്ന അമോണിയ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹേബർ ബോഷ് പ്രോസസ്. ഈ പ്രോസസ്സിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഇത് ഹൈലി എനർജി ഇന്റൻസീവ് ആയിട്ടുള്ള കാർബൺ ഹെവി ആയിട്ടുള്ള ഒരുപാട് എനർജി വേണം, ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹേബർ ബോഷ് പ്രോസസ്സ്. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഈ ഒരു നാച്ചുറൽ ഗ്രീൻ അമോണിയ പ്രൊഡക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ അമോണിയ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. മറ്റ് അപ്ലിക്കേഷൻ അത്യാവശ്യമാണ്. മൊത്തം CO2 എമിഷന്റെ 2% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അമോണിയ പ്രൊഡക്ഷൻ എന്നാണ് ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രീൻ അമോണിയ സിന്തസിസ് എന്ന് പറയുന്നത് കാർബൺ ഫ്രീ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഈ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും സസ്റ്റൈനബിൾ ആയിട്ടുള്ള അമോണിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മേഖലയിലേക്ക് വലിയൊരു ഡെവലപ്മെന്റ് ആണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത വെച്ചാൽ ഡിനോളി ഫോൾട്ട് എന്ന് പറയുന്ന ഒരു അലാസ്കൻ ഫോൾട്ടുമായി ബന്ധപ്പെട്ടാണ്. അപ്പം അലാസ്കയിലുള്ള ഒരു ഫോൾട്ട് റീജിയൻ ആണ് ഡിനോളി ഫോൾട്ട്. ഇതിന്റെയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ ഈ ഒരു ഡിനോളി ഫോൾട്ട് എന്ന് പറയുന്ന പ്രദേശം അലാസ്ക പ്രദേശമാണ്. അലൂഷ്യൻ ട്രെഞ്ച് ഒക്കെ കാണാൻ പറ്റും. പസഫിക് പ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഈ ഒരു ലാൻഡ്മാർക്കുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നീട് എങ്ങനെയാണ് ജോയിൻ ചെയ്യപ്പെട്ടത് എന്ന രീതിയിലുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അവിടുത്തെ ടെക്ടോണിക് ഷിഫ്റ്റുകളുമായി ബന്ധപ്പെട്ട സ്റ്റഡീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിനോളി ഫോൾട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ടെർമിനൽ സ്യൂച്ചർ സോൺ കാണാൻ വേണ്ടി പറ്റും. ടെർമിനൽ സ്യൂച്ചർ സോൺ, സ്യൂച്ചർ എന്ന് പറഞ്ഞാൽ തുന്നുന്ന സ്ഥലമാണ്, തുന്നൽ സോൺ. അപ്പോൾ ടെർമിനൽ സ്യൂച്ചർ സോൺ എന്ന് വെച്ചാൽ രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ കൊളൈഡ് ചെയ്ത് മേർജ് ചെയ്ത സ്ഥലമാണെന്ന് ഓർത്തു വെക്കുക. അവിടെയാണ് ആ ഒരു ജോയിനിങ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടെർമിനൽ സ്യൂച്ചർ സോൺസ് ഉണ്ട്. അവിടെ ഫൈനൽ ജോയിനിങ്, രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിലുള്ള ഫൈനൽ ജോയിനിങ് നടന്ന ഒരു സിംഗിൾ ലാൻഡ് മാസ് ആയിട്ട് മാറിയതാണ് ഈ ഒരു ടെർമിനൽ സ്യൂച്ചർ സോൺ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഈ ഒരു ടെക്ടോണിക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി ആയിട്ട് ഈ ഒരു ഡിനോളി ഫോൾട്ടുമായി ബന്ധപ്പെട്ട സ്റ്റഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കാം, ഏകദേശം 483 കിലോമീറ്ററോളം ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഉണ്ട് ഡിനോളി ഫോൾട്ടിൽ ഓവർ ദ മില്യൺ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഇത് ഒരുപാട് ഫ്രാഗ്മെന്റഡ് സൈറ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്റൻസ് ആയിട്ടുള്ള ലാറ്ററൽ ഫോഴ്സ് ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്നുണ്ടും അതിന്റെ ഭാഗമായിട്ടാണ് ഈ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ഓർത്ത് വെക്കുക. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡിനോളി ഫോൾട്ട് എന്താണ്, എവിടെയാണ് എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അലാസ്കൻ പ്രദേശത്താണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് സ്ക്യൂറൽസ് ആൻഡ് വോൾസുമായി ബന്ധപ്പെട്ടാണ്. സാധാരണ നമ്മൾ സ്ക്യൂറൽസിനെ നമ്മൾ കരുതാറുള്ളത് അത് ഹെർബിവോർസ് ആണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഗ്രാനിവോർസ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതാറുള്ളത്. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡിയിൽ കണ്ടെന്ന് വെച്ചാൽ അത് വോൾസ് എന്ന് പറയുന്ന ജീവികളെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. നമുക്ക് ബ്രീഫ് ആയിട്ട് നോക്കാം. റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ കാലിഫോർണിയ ഗ്രൗണ്ട് സ്ക്വിറൽസ് അവർ കാർണിവോറസ് ബിഹേവിയർ കാണിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കാലിഫോർണിയ ഗ്രൗണ്ട് സ്ക്വിറൽ എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇത് നോർമലി സാധാരണ ഗ്രാനിവോർസ് ആണ്, സീഡ് ഇറ്റേഴ്സ് ആണ്, അതായത് വിത്തുകളാണ് ഭക്ഷിക്കാറുള്ളത്. പക്ഷെ റീസെന്റ് ആയിട്ട് അത് വോൾസ് എന്ന് പറയുന്ന ഈ ഒരു എലിയെ പോലുള്ള ജീവിനെയാണ് വോൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ ഹണ്ട് ചെയ്യുകയും കില്ല് ചെയ്യുകയും ഈറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവർ ഓപ്പർച്യൂണിറ്റി ഓംനിവോഴ്സ് ആയി മാറുന്നുണ്ട്. സാഹചര്യത്തിൽ വേറെ ഭക്ഷണമൊന്നും കിട്ടാത്ത സമയത്ത് ഓംനിവോഴ്സ് ആയി മാറുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവികൾക്ക് ഡയറ്ററി ഫ്ലെക്സിബിലിറ്റി, അവരുടെ ഭക്ഷണത്തിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ വോൾസ് എന്ന് പറയുന്നത് സ്മോൾ റോഡൻസ് ആണ്. ഇത് ലെമ്മിങ്സ്, ഹാംസ്റ്റേഴ്സിന്റെ ഒക്കെ ബന്ധുക്കളാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ എലീനെ പോലത്തെ ഒരു ചെറിയ ജീവിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്വാണ്ടം സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് ആണ്. ഈ ഒരു ക്വാണ്ടം സാറ്റലൈറ്റ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന്? ഡിസംബർ 13 അജയ് ചൗധരി, ഇന്ത്യൻ നാഷണൽ ക്വാണ്ടം മിഷന്റെ ചെയർമാൻ, അതിന്റെ മിഷൻ ഗവേൺ ബോർഡിന്റെ ചെയർമാൻ ആണ്. ഇന്ത്യ 2-3 വർഷത്തിനകം ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻസിലെ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് നേടും എന്ന് പറഞ്ഞിട്ടുള്ളത്. നാഷണൽ ക്വാണ്ടം മിഷന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും ക്വാണ്ടം ഫിസിക്സിലെ ടെക്നോളജീസിനെ, ആ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസിനെ നമ്മുടെ രാജ്യത്തിന്റെ ബെനിഫിറ്റിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വാണ്ടം സാറ്റലൈറ്റ് ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നുള്ളത്. ഓൾറെഡി നമ്മുടെ രാജ്യത്തെ നാഷണൽ ക്വാണ്ടം മിഷൻ എന്ന് പറയുന്ന ടെക്നോളജി മിഷൻ ഉണ്ട്. ഏപ്രിൽ 2023 യൂണിയൻ ക്യാബിനറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. 6000 കോടി പ്രൊജക്ട് ആണ്. 2023 മുതൽ 31 വരെയുള്ള കാലഘട്ടത്തിലാണ് 8 വർഷം കൊണ്ട് ക്വാണ്ടം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ക്വാണ്ടം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെൻസിങ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശമായിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ക്വാണ്ടം സാറ്റലൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന വഴി ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ക്വാണ്ടം ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. ഈ ഒരു സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിനെ
ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൽ നമുക്ക് ക്രിപ്റ്റോഗ്രാഫിക് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മെസ്സേജിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് സിഫർ ചെയ്യാൻ പറ്റും, അതായത് കോഡിംഗ് ടെക്നോളജി ഇല്ലാതെ നമുക്ക് അതിനെ വായിക്കാൻ പറ്റില്ല. അതുപോലെ ക്രിപ്റ്റോഗ്രാഫിക് സെക്യൂരിറ്റിയുടെ ബെനിഫിറ്റുകളുണ്ട്. മാത്തമാറ്റിക്കൽ കോംപ്ലക്സ് പ്രോബ്ലംസ് നമുക്ക് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് നമുക്ക് ഇതിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ ടെക്നോളജി ഡെവലപ്മെന്റ് വഴി നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി വരും. ഇതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള എൻഡോസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ കൃത്യമായിട്ട് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടെക്നോളജി. അപ്പോൾ ചൈന ക്വാണ്ടം ടെക്നോളജിയിൽ വേൾഡ്സ് ലാർജസ്റ്റ് ലീഡർ ആണ്. അവർക്ക് ഓൾറെഡി 3 ക്വാണ്ടം സാറ്റലൈറ്റുകൾ ഉണ്ട്. അപ്പോൾ ഇന്ത്യയും ഈ ഒരു മേഖലയിലേക്ക് പോവാണ്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബംഗളൂരു, അതുപോലെ തന്നെ അവര് ലഡാക്കിലെ ഹാൻഡ്ലയിൽ ഓൾറെഡി ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള QKD-നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 500 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പൊട്ടൻഷ്യൽ ബീം വരുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് ഡെവലപ്മെന്റുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവാണ്. നാഷണൽ ക്വാണ്ടം മിഷന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഡെവലപ്മെന്റ് ഇന്ത്യയുടെ ക്വാണ്ടം ഡെവലപ്മെന്റിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഓതന്റിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഗ്യാപ്പുകളുണ്ട്. പ്രത്യേകിച്ചും ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനെ ഡീകോഡ് ചെയ്യാനും ഒക്കെ പറ്റേണ്ടതായിട്ട് ഹാർഡ്വെയർസ്, ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഹാർഡ്വെയർ സിസ്റ്റംസ് വേണം. അതിനെ അപ്ഗ്രേഡ് ചെയ്യലും ഒക്കെ ബുദ്ധിമുട്ടാണ്. വളരെ കോസ്റ്റ്ലി ആണ്. ഹൈ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് വേണം. ഒരുപാട് ത്രട്ടുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഡിനയൽ ഓഫ് സർവീസസ് ഇഷ്യൂസ് ഉണ്ട് എന്നുകൂടി ഓർത്തുക. ട്രാൻസ്മിഷൻ സർവീസുകളെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. ട്രാൻസ്മിഷൻ ലോസും ഉണ്ടാവാം. അതും ക്വാണ്ടം സിഗ്നൽസ് ലോസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ്. പക്ഷേ ഇത് സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ക്വാണ്ടം ടെക്നോളജി മേഖലയിൽ ഇന്ത്യയുടെ പൊസിഷനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു മേഖലയിലേക്ക്, ഈ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് മേഖലയിലേക്ക് ഇന്ത്യക്ക് കടന്നു ചെല്ലാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൾറെഡി ഗ്ലോബലി കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും US-ഉം ചൈനയും ഒക്കെ ഈ ഒരു മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് റിസർച്ചിൽ. ഇന്ത്യക്കും ആ ഒരു മുൻ രീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് മേഖലയിലേക്ക് കടന്നു വരേണ്ട അത്യാവശ്യമാണ്. ഫ്യൂച്ചറായിട്ട് വളരെയധികം അപ്ലിക്കേഷൻ, അതായത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം ടെക്നോളജീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും, കാരണം ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വളരെ പവർഫുൾ ആണെന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ക്വാണ്ടം സാറ്റലൈറ്റ് മിഷൻ പ്രത്യേകിച്ചും ഈ ഒരു മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ടെക്നോളജി ഡെവലപ്മെന്റിലേക്ക് ഇന്ത്യയുടെ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും എന്നുകൂടി നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു വാർത്ത H5N1 പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഓൾറെഡി റെസ്പിറേറ്ററി ട്രാക്റ്റിൽ റിപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഓൾറെഡി H5N1-മായി ബന്ധപ്പെട്ട് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ആ ഒരു ടോപ്പിക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത പാക്കേജ്ഡ് ഫുഡുകളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ്. പ്രത്യേകിച്ചും പാക്കേജ് ഫുഡുകളിൽ പലതരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പ്രശ്നമാണ് വരുന്നത്, പ്രിസർവേറ്റീവ്സും മറ്റു പേരിലൊക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നത്. പാക്കേജ് ഫുഡുകളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, സ്റ്റാർ റേറ്റിംഗിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്ന് ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.